ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം. ഇന്നിവിടെ ലോകത്തിലെ ജനകോടികളുടെ ആരാധ്യമൂർത്തിയായ അമ്മയടക്കം പങ്കെടുക്കുന്ന കേരളത്തിലെ ഒട്ടുമിക്ക ഹൈന്ദവ സാമുദായിക സാംസ്കാരിക സംഘടനകളുടെയും നേതൃത്വം പങ്കെടുക്കുന്ന, കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമുള്ള പ്രധാനപ്പെട്ട മഠങ്ങളിലെ സന്യാസി വര്യന്മാർ പങ്കെടുക്കുന്ന, അതിലുപരി പങ്കെടുക്കണമെന്നാഗ്രഹിച്ച് തിരുവനന്തപുരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അയ്യപ്പ ഭക്ത തീർത്തും ഭക്തിഭാവത്തോടുകൂടി സമർപ്പണ ഭാവത്തോടുകൂടി ജപകീർത്തനങ്ങളെ ചെയ്തുകൊണ്ട് ജാഥയായി ഇങ്ങോട്ട് വരികയും എന്നാൽ ഇങ്ങോട്ട് എത്തിപ്പെടാൻ സാധിക്കാതെ പുറത്തു നിൽക്കുകയും അത്രയ്ക്കധികം ഇവിടെ തിങ്ങി നിറഞ്ഞ ഈ ഒരു ജനസമുദ്രം, ജനലക്ഷങ്ങൾ ഇവിടേക്ക് വരാൻ സാധിക്കാതെ പുറമെ നിൽക്കുന്ന ജനലക്ഷങ്ങൾ എല്ലാവരും ചേർന്ന് ഈ ഒരു മഹാസമ്മേളനം, അയ്യപ്പ ഭക്ത സമ്മേളനം ഇവിടെ നടക്കുകയാണ്. ഇവിടെ ദീർഘമായ പ്രസംഗത്തിന് യാതൊരു സ്ഥാനവുമില്ല, അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അധ്യക്ഷ പ്രസംഗം ദീർഘമായി ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ വളരെ പ്രധാനപ്പെട്ട പ്രസക്തമായ ചില വിഷയങ്ങൾ മാത്രം സൂചിപ്പിക്കട്ടെ. ഇത് ഈ അയ്യപ്പ ഭക്ത സംഗമം, ഈ സമ്മേളനം ഇവിടെ നടക്കുമ്പോൾ ഇതിനു മുമ്പ് കേരളത്തിൽ കഴിഞ്ഞ സെപ്റ്റംബർ മാസം ഒടുവിൽ മുതൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഇതായി ജാനുവരി 3.5 മാസങ്ങളായി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനലക്ഷങ്ങൾ പങ്കെടുത്ത പല പരിപാടികൾ നടന്നു. ജപ ഘോഷയാത്രകൾ, നാമജപത്തോടുകൂടിയുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ, ജനലക്ഷങ്ങൾ പങ്കെടുത്ത വിവിധ സമ്മേളനങ്ങൾ ഒക്കെയൊക്കെ. ഇതിലൊക്കെ തന്നെ ഏറ്റവും അധികം പങ്കുചേർന്നത് കേരളത്തിലെ അമ്മമാരാണ്, സ്ത്രീകളാണ്. അതിനു പുറമെ കേരളത്തിന് പുറത്ത് ഭാരതത്തിലെ വിവിധ പട്ടണങ്ങളിൽ പോരാ, വിവിധ രാജ്യങ്ങളിൽ അങ്ങേയറ്റം തണുത്ത് വിറച്ചിരിക്കുന്ന, മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്ന കാനഡയിലും അമേരിക്കയിലും അടക്കം വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ, ഓസ്ട്രേലിയയുടെ വിവിധ പട്ടണങ്ങളിൽ, ഇംഗ്ലണ്ടിൽ ഒക്കെയൊക്കെ നൂറുകണക്കിന് പേര് പങ്കെടുത്ത അയ്യപ്പ ഭക്ത സംഗമങ്ങൾ, സമ്മേളനങ്ങൾ, നാമജപ യാത്രകളൊക്കെ സംഘടിപ്പിക്കപ്പെട്ടു. ഇത് അഭൂതപൂർവമായ ഒരു ഹൈന്ദവ ജാഗരണത്തിൻ്റെ വേദിയായി മാറിയിരിക്കുകയാണ്. ഇതിലേറ്റവും വലിയ കൃതജ്ഞത തുടക്കത്തിൽ തന്നെ പറയാൻ തോന്നുന്നതും ഇവിടെ പ്രകടമാക്കുന്നതും കേരളത്തിലെ മുഖ്യമന്ത്രിയോടാണ്. അദ്ദേഹം ഒരൊറ്റയാൾ കാരണമാണ് ഇന്ന് നമുക്ക് ഒരു വ്യക്തി, വേറെ ആരുമില്ല, കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരൊറ്റയാളാണ് ഈ ഒരു ഹൈന്ദവ ജാഗരണത്തിന് ഇന്ന് നിമിത്തമായി തീർന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനോടുള്ള നമ്മുടെയൊക്കെ കൃതജ്ഞത
അതെ, അത് സമർപ്പിക്കാതെ വയ്യ. എന്തുകൊണ്ടെന്നാൽ നമുക്കറിയാം, ശബരിമല ക്ഷേത്രം കേരളത്തിലെ മൊത്തം ജനസംഖ്യയേക്കാൾ അധികം ഭക്തജനങ്ങൾ പ്രതിവർഷം വന്ന് ദർശനം ചെയ്യുന്ന സങ്കേതമാണ്. 5 ലക്ഷത്തിലധികം പേരാണ് കഴിഞ്ഞ വർഷം പങ്കെടുത്തിരുന്നത്, അവിടെ ദർശനം ചെയ്തത്. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം നമുക്ക് ചിന്തിക്കാവുന്ന, അറിയാവുന്ന കാലഘട്ടം മുതൽ ശ്രദ്ധിച്ചാൽ തന്നെ അവിടെ തുടർന്നു പോരുന്ന ആചാരമര്യാദയുണ്ട്. ആ ആചാരമര്യാദകൾ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ടുള്ളത്, മറ്റ് ക്ഷേത്രങ്ങളിലെല്ലാം പ്രതിഷ്ഠാ സന്ദർഭത്തിൽ തന്ത്രിക്കുണ്ടാവുന്ന മനോഭാവം, ആ മനോഭാവത്തിനനുസരിച്ച് പ്രതിഷ്ഠ ചെയ്യുകയും അതിനനന്തരം തന്ത്രിയും ഊരാളനും കൂടി നിശ്ചയിച്ച് നിത്യനിദാനങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്യും. എന്നാൽ അതിൽ നിന്ന് ഭിന്നമായി ശബരിമലയുടെ സവിശേഷത, സാക്ഷാൽ അയ്യപ്പസ്വാമി തന്നെയാണ് തൻ്റെ സന്നിധാനത്തിൽ എങ്ങനെയായിരിക്കണം ക്ഷേത്രം നിർമ്മിക്കേണ്ടതെന്നും എങ്ങനെയായിരിക്കണം അവിടുത്തെ ആചാരക്രമങ്ങൾ നടത്തപ്പെടേണ്ടതെന്നും പന്തള രാജാവിനോട് കൽപ്പിച്ചത്. ഭഗവാൻ തന്നെ നിശ്ചയിച്ച ആചാരവ്യവസ്ഥ തുടരുന്ന ക്ഷേത്ര സങ്കേതമാണത്. അത് മാറ്റാൻ നമുക്ക് സാധ്യമല്ല. ഹൈന്ദവ ആചാരക്രമങ്ങളിൽ ഗുണകരമായ ഏതു മാറ്റത്തെയും ഏത് കാലഘട്ടത്തിലും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. സമൂഹത്തിൽ കാലഗതിക്കനുസരിച്ച് എന്ത് പരിവർത്തനം വരണമോ ആ പരിവർത്തനങ്ങളെ മുഴുവൻ പൂർണ്ണമായി ആചാര്യന്മാരുടെ ഉപദേശമനുസരിച്ച് സ്വീകരിച്ച സമൂഹമാണ് ഹൈന്ദവ സമൂഹം. ഒരിക്കലും അത് നവീകരണങ്ങൾക്ക്, നവോത്ഥാന പ്രക്രിയകൾക്ക് പുറംതിരിഞ്ഞു നിന്ന ഒരു സമൂഹമല്ല. മറിച്ച് ലോകത്തിന് മുഴുവൻ മാതൃക കൊടുത്തുകൊണ്ട് കാലത്തിനനുസൃതമായി പരിവർത്തനങ്ങളെ സ്വാഗതം ചെയ്ത സമൂഹമാണ്. പക്ഷേ ഒരു ക്ഷേത്രത്തിലെ ആചാരവിശേഷങ്ങളെ മാറ്റേണ്ടത്, അവിടുത്തെ അനുഷ്ഠാനക്രമങ്ങളെ മാറ്റേണ്ടത് ഒരു കാരണവശാലും സെക്യുലർ ഗവൺമെൻറ് അല്ല, അതിൻ്റെ ഭാഗമായുള്ള സെക്യുലർ കോടതിയുമല്ല. അതിന് വിദ്വാൻമാർ, പ്രത്യേകിച്ച് ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുമ്പോൾ തന്ത്രി, തന്ത്രശാസ്ത്ര നിപുണന്മാർ, വേദനിപുണന്മാർ, ഇനി ശബരിമലയെ സംബന്ധിച്ച് സവിശേഷമായും അവിടുത്തെ രക്ഷകസ്ഥാനീയനായ പന്തളം രാജവംശ പ്രതിനിധികൾ, ഗുരുസ്വാമിമാർ, സർവോപരി പറയട്ടെ വിശ്വാസികളായ അമ്മമാർ, അവർ കൂടിയിരുന്ന് തീരുമാനിക്കേണ്ടുന്ന വിഷയമാണ്. എന്തൊക്കെ മാറ്റം വരുത്താം, എന്തൊക്കെ മാറ്റം വരുത്താൻ കഴിയില്ല. പക്ഷേ എന്തു തന്നെയായാലും ശബരിമലയിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് 100 കണക്കിന് പേര് പ്രതിവർഷം ദർശനം ചെയ്തുകൊണ്ടിരുന്ന ഒരു സങ്കേതമായിരുന്നു ശബരിമല. 100 കണക്കിന് പേര്, ലക്ഷക്കണക്കിനൊന്നുമില്ല. കാലഗതി മുന്നോട്ട് നീങ്ങിയപ്പോൾ പതുക്കെ പതുക്കെ അവിടെ പോകുന്ന ജനങ്ങളുടെ സംഖ്യ, ഭക്തജനങ്ങളുടെ സംഖ്യ കൂടിയപ്പോൾ നമ്മൾ കണ്ടത് 1950 ശബരിമല തീയിട്ട് നശിപ്പിക്കപ്പെട്ടു. ഭഗവാന്റെ വിഗ്രഹം കഴുത്ത് മുറിച്ച് മാറ്റപ്പെട്ടു. തല വേറെ, ഉടല് വേറെ. കയ്യും ജ്ഞാനമുദ്രയും മുറിച്ച് മാറ്റപ്പെട്ടു. നെഞ്ചിനും വയറിനും മഴുപോലുള്ള ആയുധങ്ങളെ കൊണ്ട് വെട്ടേറ്റു. പക്ഷേ സനാതനധർമ്മത്തിൻ്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്, ഇതിനെ നശിപ്പിക്കാൻ ആര് ശ്രമിക്കുമോ ഇത് നശിക്കുകയല്ല ചെയ്യുക, ശതഗുണം ശതഗുണം ഉയരുകയാണ് ചെയ്യുക. അത് തന്നെ ശബരിമലയിലും സംഭവിച്ചു. ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട്, ഉത്തരം പ്രതീക്ഷിക്കുന്നില്ല, മനസ്സിൽ വെച്ചാൽ മതി ഉത്തരം. ഒരു നിത്യം കുടിക്കുന്ന, മദ്യപിക്കുന്ന ഒരു വ്യക്തി, ഒരു കുടിയൻ, ഒരു കുടിയാൻ, അവൻ്റെ മദ്യപാനം ഒരു 5 ദിവസത്തേക്ക് നിർത്തിക്കാൻ ഇവിടുത്തെ ഏതെങ്കിലും ഗവൺമെൻറ്റിന് സാധിക്കുമോ? ഇവിടുത്തെ ഏതെങ്കിലും കോടതിക്ക് സാധിക്കുമോ? സാധിക്കില്ല, സാധിക്കില്ല, സാധിക്കില്ല. എന്നാൽ അയ്യപ്പസ്വാമിക്ക് സാധിക്കും. മുഴുക്കുടിയന്മാരായിട്ടുള്ളവർ ഈ ശബരിമലയിലേക്ക് വ്രതം നോറ്റ് കഴിഞ്ഞാൽ 41 ദിവസം മദ്യപിക്കാതിരിക്കുന്നു. ഈ കാലയളവാണ് നമ്മുടെ ഗ്രാമീണരായ അമ്മമാർക്ക് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സാഹചര്യം. ഇതൊരു പരമാർത്ഥമാണ്. ഇവിടെ നമ്മൾ സ്ത്രീകളെന്ന് പറയുമ്പം പട്ടണ പരിഷ്കാരികളെ മാത്രം കണ്ടാൽ പോരാ. അവരെ ആരെയും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ലേ, അങ്ങനെ ഒരു വാക്യം ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ഭാരതത്തെ സംബന്ധിച്ച് ഗ്രാമീണകളായ അമ്മമാർ
അവർക്ക് തല്ലും തൊഴിയും കിട്ടാതെ ശാന്തമായി അന്തിയുറങ്ങുന്ന സമയങ്ങൾ ഏതാന്ന് ചോദിച്ചാൽ തൻ്റെ ഭർത്താവ് മാലയിട്ട് മദ്യപിക്കാത്ത സമയത്താണ്. അതെ, അതുകൊണ്ട് തന്നെ ഈ ശബരിമലയിലുള്ള ആചാരവിശേഷം അമ്മമാർക്ക് അനുഗ്രഹകരമായിരുന്നു. ഇങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷം, ഈ രണ്ട് ആശയങ്ങൾ ഓർമ്മിക്കുക. അങ്ങനെ വളർന്നു വരുമ്പോഴാണ് ഇത് പലർക്കും തലവേദനയായി മാറുന്നു. എങ്ങനെയെങ്കിലും ശബരിമലയെ തകർക്കണം, അതാ വരുന്നു എലിവാല്. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. എലിവാല് കഴിഞ്ഞപ്പോഴത്തേക്ക് ജയമാല, ജയമാല കഴിഞ്ഞപ്പോഴത്തേക്ക് മുല്ലപ്പെരിയാറ്. ദാ പൊട്ടും പൊട്ടും പൊട്ടും. അഥവാ പൊട്ടിയ ജനങ്ങളെ രക്ഷിക്കേണ്ട മന്ത്രി ഉപവാസം കിടക്കുന്നു. അപ്പോൾ ഉറപ്പല്ലേ പൊട്ടൂലെന്ന്? എന്നാലും പൊട്ടും. ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി ശബരിമലയുടെ വിവാദ തീച്ചുളയിലേക്ക് കൊണ്ടുചെന്ന് ഇടുന്ന കാഴ്ചയാണ് കാണുന്നത്. കഴിഞ്ഞില്ല, 2006 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഒരു കേസ് വരികയാണ്. ആ കേസ് ഇതാണ്: ശബരിമലയിലേക്ക് യുവതികളെ പ്രവേശിപ്പിക്കാത്തത് ഒന്ന്, സ്ത്രീ സമൂഹത്തിന് അപമാനമാണ്, കാരണം ഭരണഘടന നൽകുന്ന തുല്യതയ്ക്ക് വിരുദ്ധമാണത്. 2, യുവതികളുടെ ആരാധനാ സ്വാതന്ത്ര്യം, ഭരണഘടന അനുവദിക്കുന്ന ആരാധനാ സ്വാതന്ത്ര്യം, അതിൻ്റെ ലംഘനമാണ്. അതുകൊണ്ട് ശബരിമലയിലേക്ക് യുവതികളെ പ്രവേശിപ്പിച്ച് ഉത്തരവാകണം. 2006 വന്ന ആ വ്യവഹാരം അവിടെ കടന്നു 11 കൊല്ലം. 2017 ഡിവിഷൻ ബെഞ്ച് ഇത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന് കൈമാറണം എന്ന നിലയ്ക്ക് 2017 കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന് കൈമാറി. അങ്ങനെ 5 അംഗ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൽ അത് വന്നു. നമുക്കെല്ലാം അറിയാം, സെപ്റ്റംബർ 28 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചു. ആ വിധി ഐകകണ്ഠ്യമായിരുന്നില്ലെന്നും തീർത്തും സനാതനധർമ്മത്തിൻ്റെ, ക്ഷേത്രാചാര മര്യാദകളുടെ, ഹൈന്ദവ വിശ്വാസത്തിൻ്റെ ഭാവം നിലനിൽക്കുന്ന ഓരോ ഹൃദയത്തിനും ഓരോ വ്യക്തിക്കും അങ്ങേയറ്റം സ്വീകാര്യമായ ഒരു വിധിന്യായം കൂടി അതിലുണ്ടായിരുന്നു. ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ വിധിന്യായം. എന്നാൽ മറ്റ് 3 വിധിന്യായങ്ങളും പ്രായഭേദമന്യേ സ്ത്രീകളെ പ്രവേശിപ്പിക്കാം എന്നുള്ള അവസ്ഥയിലേക്കെത്തി. ഇത് ക്ഷേത്ര ആചാരത്തിന് മുകളിലേക്കുള്ള കടന്നുകയറ്റം തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ ഓരോ മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെ, ആചാരത്തിൻ്റെ വ്യവസ്ഥകളിലേക്ക് പൊതുവെ കോടതികൾ കടന്നു കയറാറില്ല. ആചാര വിഷയത്തിൽ കോടതിയല്ല പ്രവേശിക്കേണ്ടുന്നത്. എന്നാൽ കോടതി ഒട്ടനവധി സന്ദർഭങ്ങളിൽ ആചാര വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെ ആചാര സംരക്ഷണമാണ് കോടതി ചെയ്തത്. ശിരൂർ മഠത്തിൻ്റെ കേസ് എല്ലാ നിയമജ്ഞരും എടുത്ത് ഉദ്ധരിക്കുന്നതാണ്. അതുപോലെ അജ്മീർ ദർഗയുടെ വിഷയം എല്ലാ നിയമജ്ഞരും എടുത്ത് ഉദ്ധരിക്കുന്നതാണ്. ശിരൂർ മഠത്തിൻ്റെ കേസിലായാലും അജ്മീർ ദർഗയുടെ വിഷയമായാലും ഒക്കെ തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആചാര സംരക്ഷണത്തിന് അനുകൂലമായ വിധികളാണ് പുറപ്പെടുവിച്ചത്. പക്ഷേ എന്തോ സെപ്റ്റംബർ 28 വിധി അങ്ങനെയല്ല ഉണ്ടായത്. അതേസമയത്ത് അതൊരു ഫൈനൽ വിധി അല്ലെന്ന് നമുക്കറിയാം. അതിന് ഒട്ടനവധി സാധ്യതകൾ തുടർന്നു നിൽക്കുകയാണ്. റിവ്യൂ പെറ്റീഷനുള്ള സാധ്യതയുണ്ട്, പുതിയ റിട്ട് പെറ്റീഷനുകൾ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അവതരിപ്പിക്കേണ്ടതുപോലെ ആശയങ്ങളെ അവതരിപ്പിച്ചിട്ടില്ല. എല്ലാ വാദമുഖങ്ങളും ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സമർപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് പുതിയ റിട്ടിനുള്ള സാധ്യതയുണ്ട്. സാധ്യത മാത്രമല്ല, 5 റിട്ട് പെറ്റീഷനുകൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുമ്പാകെയുണ്ട്. മാത്രമല്ല, റിവ്യൂ പെറ്റീഷനുള്ള സാധ്യതയുണ്ട്. 49 റിവ്യൂ പെറ്റീഷനുകൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുമ്പാകെയുണ്ട്. ഈ സാധ്യതകൾ നിലനിൽക്കെ ഇതിനൊന്നും കാത്തു നിൽക്കാതെ കേരള ഗവൺമെൻറ്, പ്രത്യേകിച്ച് പറയട്ടെ, നമ്മുടെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ പ്രഖ്യാപിച്ചു ഉടനെ ഇത് നടപ്പിലാക്കാൻ പോവുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന ജനലക്ഷങ്ങളൊന്ന് മനസ്സിലാക്കുക, ആ കോടതി വിധി അതിൻ്റെ നിയമപരമായ വശം പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു ഡിക്ലറേറ്ററി ജഡ്ജ്മെൻ്റാണ്. ഡിക്ലറേറ്ററി ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പോൾ അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് ഇത്ര ദിവസം കൊണ്ട് റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറയുന്ന ജഡ്ജ്മെൻ്റ് അല്ല അത്. അതുകൊണ്ട് തന്നെ
നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരാചാരത്തിൽ പരിവർത്തനം വിധിക്കുന്ന ഒരു ജഡ്ജ്മെൻ്റ് ആയതുകൊണ്ട് സാമാന്യ ബുദ്ധിയുള്ള ഒരു ഭരണാധികാരിയാണ് ഇവിടെ ഉള്ളതെങ്കിൽ അവർ ചെയ്യേണ്ടത് സമൂഹത്തിലൊരു ചർച്ച ആരംഭിക്കേണ്ടതായിരുന്നു. തന്ത്രിയെയും പന്തളൻ രാജാവിനെയും തന്ത്രവിദ്വാൻമാരെയും വേദജ്ഞന്മാരെയും ഗുരുസ്വാമിമാരെയും ഭക്തകളായ അമ്മമാരെയും ഒക്കെ വിളിച്ച് ക്രമികമായി ചർച്ചകൾ നടത്തി സമൂഹത്തിലൊരു സമവായം ഉണ്ടാക്കേണ്ടതായിരുന്നു. ഒരു പരിവർത്തനം സ്വീകരിക്കാൻ സമൂഹത്തെ തയ്യാറാക്കേണ്ടതായിരുന്നു. പക്ഷേ അതിനൊന്നും മെനക്കെടാതെ ഞങ്ങളിതാ യുവതികളെ പ്രവേശിപ്പിച്ചേ അടങ്ങൂ എന്നുള്ള മട്ടിൽ പ്രഖ്യാപനവും നടപടിയും വന്നു. സ്വാഭാവികമായി അവിടെ പ്രതിഷേധങ്ങൾ ആളിക്കത്താൻ തുടങ്ങി. കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അത്ര അമ്മമാരുടെ സാന്നിധ്യം തെരുവുകളിൽ. അവർ നാമജപത്തോടു കൂടി ഇത് അനുവദിക്കില്ല, ആചാരലംഘനം അനുവദിക്കില്ല എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഈ ജനലക്ഷങ്ങളുടെ പ്രതിഷേധങ്ങൾ അത് പന്തളത്തിലാണ് ആരംഭിച്ചത്. പന്തളത്തിൽ ആരംഭിച്ചിട്ട് പിന്നീട് കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ അത് വ്യാപിച്ചു. ആ പ്രതിഷേധങ്ങളെയും പ്രാർത്ഥനകളെയും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഇവിടെ പറയേണ്ടിയിരിക്കുന്നു, ദേവസ്വം സംവിധാനത്തെ പോലും തകർത്തുകൊണ്ട് ദേവസ്വം പ്രസിഡന്റ് ശ്രീ പത്മകുമാറിനെ ഒരു സൈഡിലേക്കാക്കിക്കൊണ്ട് അദ്ദേഹത്തെ ഒരു സൈഡിലേക്കാക്കിയിട്ട് ശങ്കർദാസ് എന്നുള്ള ദേവസ്വം അംഗത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മകനായ IPS ഓഫീസർ ഹരിശങ്കറിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പിന്നെ അവിടെ നാടക പരമ്പരകളാണ് നമ്മൾ കണ്ടത്. 260-ലധികം പോലീസ് ഉദ്യോഗസ്ഥന്മാർ അകമ്പടി സേവിച്ചുകൊണ്ട് 2 ഭക്തോത്തമകളെ, രഹ്ന ഫാത്തിമയെയും അതുപോലെ കവിത കോശിയോ ജക്കാളോ എന്തോ ആണ്, അവരെയൊക്കെ കൊണ്ടുപോയി. ആ കൊണ്ടുപോയതോ പോലീസ് യൂണിഫോം അണിയിച്ചിട്ട്. ചിന്തിക്കുക, യൂണിഫോം അണിയിച്ചിട്ട്, പോലീസിൻ്റെ ഹെൽമറ്റ് കൊടുത്തിട്ട്. ഇതിനൊക്കെ പറയേണ്ടത്? പക്ഷെ ഭക്തജനങ്ങളുടെ ചെറുത്തുനിൽപ്പ്, നാമജപത്തോടുകൂടിയുള്ള ചെറുത്തുനിൽപ്പ്, വേറെ ഒന്നുമില്ല. അവരെടുത്ത് ഒരായുധവും ഇല്ല, വെറും നാമജപത്തോടു കൂടിയുള്ള ചെറുത്തുനിൽപ്പ്. അതിലുപരി ക്ഷേത്രാചാരത്തെ പരിപാലിക്കാൻ ബാധ്യസ്ഥനായ തന്ത്രിയുടെ ധീരമായ പ്രഖ്യാപനം, ആചാരലംഘനം നടന്നാൽ എനിക്ക് ക്ഷേത്രമടച്ച് ശുദ്ധികലശം ചെയ്യേണ്ടി വരും. അതെ, ആ 2 ഘടകങ്ങൾ ഒത്തുചേർന്നപ്പോൾ ആചാരലംഘനം അവിടെ നടന്നില്ല. പിന്നെ ഒന്നിന് പിറകെ ഒന്നായി പുതിയ ഓരോ ഭക്തോത്തമകൾ ഇങ്ങനെ കൊണ്ടുവരപ്പെട്ടു. അവരെയൊക്കെ നയിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ, പാവങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മനുഷ്യന്മാരല്ലേ? അവരുടെ ഉള്ളിൽ വികാരങ്ങളില്ലേ? അവർക്ക് ഭക്തിയില്ലേ? എത്രമാത്രം അവരുടെ ഹൃദയം നീറിയിട്ടുണ്ടാവും ഈ ധാർഷ്ട്യത്തിൻ്റെ ഭരണാധികാരിയുടെ നിർദ്ദേശം പാലിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ പെരുമാറുമ്പോൾ. അവരുടെ ഉള്ളിൽ എത്ര നീറിയിട്ടുണ്ടാവും? നീറിയിട്ടുണ്ടെന്ന് ഉറപ്പാണ്. എൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറാത്തൊരു ദൃഷ്ടാന്തം നിങ്ങളുടെ മുമ്പിൽ പറയട്ടെ. ഈ പറയപ്പെട്ട തുലാമാസത്തിലെ പൂജാ സന്ദർഭത്തിൽ ധീരമായ നിലപാട് തന്ത്രി എടുത്ത സമയത്ത് ആ തന്ത്രിക്ക് കേരളത്തിലെ സന്യാസി സമൂഹത്തിൻ്റെ മുഴുവൻ ധാർമ്മിക പിന്തുണ അറിയിക്കാൻ വേണ്ടി കേരള മാർഗദർശക മണ്ഡലത്തിൻ്റെ പ്രസിഡന്റ് എന്ന രീതിയിൽ ഞാനും സെക്രട്ടറി എന്ന രീതിയിൽ സത്സ്വരൂപാനന്ദ സ്വാമികളും കൂടി ശബരിമലയിൽ പോയി. തന്ത്രിയെ കണ്ടു, വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു. മേൽശാന്തിമാരെ കണ്ടു, വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു. അവിടുന്ന് തിരിച്ചിറങ്ങുന്ന സമയത്ത് മാളികപ്പുറത്തിൻ്റെ സൈഡിൽ എത്തിയിട്ടേ ഉള്ളൂ. അന്ന് അവിടെ നമ്മളപ്പം തന്നെ തിരിച്ചു വരായിരുന്നാണ്. വളരെ തിരക്കുള്ള ദിവസമായിരുന്നു. പക്ഷേ അന്ന് ജനം TV-ക്കാർ ഒരു ഡിബേറ്റിൽ അവിടെ പങ്കെടുക്കുമെന്ന് ചോദിച്ചു. പങ്കെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിന് പോയി തിരിച്ചു വരുന്ന സമയത്ത് മാളികപ്പുറം ക്ഷേത്രത്തിൻ്റെ സൈഡിൽ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ആരെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ റാങ്കുകൾ കാണിക്കുന്ന ആ യൂണിഫോം കണ്ടാൽ അറിയാം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ തൊപ്പി അഴിച്ചു മാറ്റി വന്ന് കാല് മുറുകെ പിടിക്കുകയാണ്. നമസ്കരിക്കുകയല്ല, വികാരം മുഴുവൻ ആ പിടുത്തത്തിലുണ്ട്. ഇന്നാണെങ്കിൽ വേദനിച്ച് ഞാൻ കരയുമായിരുന്നു. അന്ന് എനിക്ക് ആശ്വാസമാണ് തോന്നിയത്. കാരണം പെരുമഴ കൊണ്ട് നനഞ്ഞിട്ടാണ് പോയത്. അതുകൊണ്ട് ദേഹം തണുത്ത് വിറക്കുക. അതുകൊണ്ട് ആ പിടുത്തൊരു സുഖമായി തോന്നി. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് ധാരയായി കണ്ണുനീര് വീണുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, സ്വാമിജി, നിങ്ങളെപ്പോലുള്ളവരുടെയൊക്കെ ആ സങ്കല്പശക്തി കൊണ്ട് എന്നാണ് ഇതൊക്കെ ഒന്ന് നേരെയാവുക?
ഹൃദയത്തിൽ തട്ടിയൊരു വാക്കായിരുന്നു അത്. കാരണം അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, സേനാംഗമാണ്. ഈ സ്വാമിയെ അടിക്കൂ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അദ്ദേഹം അടിക്കണം, അല്ലെങ്കിൽ ജോലി രാജിവെച്ച് പോകണം. വേറെ വഴിയില്ല. ഇങ്ങനെയുള്ള ഗതികേട് അവർക്കുണ്ടായി. അവരിങ്ങനെ അനുഗമിച്ചു ഭക്തോത്തമകളെ. എന്തുണ്ടായി എന്ന് നമുക്കറിയാം. എന്നാൽ ഈ തന്ത്രിയെ അപമാനിക്കുന്ന പ്രസ്താവനകളുമായി നമ്മുടെ മുഖ്യമന്ത്രിയും ഒരു ക്യാബിനറ്റ് മന്ത്രിയും രംഗപ്രവേശം ചെയ്തു. മുഖ്യമന്ത്രി പറഞ്ഞു, അസത്യ പ്രസ്താവനയാണ്. ഇതേ മൈതാനത്ത് നിന്നുകൊണ്ട് മുഖ്യമന്ത്രി പ്രസംഗിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ വടകരയിൽ ലോകനാർകാവ് ക്ഷേത്രത്തിൽ കടത്തനാട് രാജാവ് തന്ത്രിയെ പുറത്താക്കിയിട്ടുണ്ട് എന്ന് ഇവിടെ ഒന്ന് പ്രസ്താവിച്ചു. പലരും കൈയടിച്ചു. സത്യം നിങ്ങൾ മനസ്സിലാക്കുക, കടത്തനാട് രാജാവ് തന്ത്രിയെ പുറത്താക്കിയിട്ടില്ല. അന്നും ഇന്നും കാട്ടുപാടമാണ് അവിടുത്തെ തന്ത്രി. പുറത്താക്കിയത് മേൽശാന്തിയെയാണ്. മേൽശാന്തിയും തന്ത്രിയുള്ള വ്യത്യാസം എന്താണെന്ന് അറിയില്ല. എന്താ ചെയ്യുക? അത് സാരമില്ല, അത് കുഴപ്പമില്ല. പിന്നെ എവിടെയാ കുഴപ്പമെന്നറിയോ? പുറത്താക്കിയത് ആരാ? ആരും പുറത്താക്കിയിട്ടില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് പുറത്താക്കിയതാരാ? പുറത്താക്കിയത് രാജാവാ. താനാരാ? താൻ മുഖ്യമന്ത്രിയാ. മന്ത്രി രാജാവാന്ന് കരുതിയാ ശരിയാവുമോ? മന്ത്രിക്ക് ഞാൻ രാജാവാന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലഹേ നിങ്ങൾ മന്ത്രിയാണെന്ന് ഓർമ്മപ്പെടുത്തേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. ഒരു സംശയവും. മന്ത്രിയെ നമ്മൾ ബഹുമാനിക്കുന്നു, രാജാവിനെയും ബഹുമാനിക്കുന്നു. പക്ഷേ മന്ത്രിക്ക് ഞാൻ രാജാവാൻ തോന്നിക്കഴിഞ്ഞാൽ അത് അനർത്ഥമാണ്. ആ അനർത്ഥം നമ്മളെ നാട്ടിൽ സംഭവിക്കരുത്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോയി തന്ത്രിയെ അവഹേളിച്ചുകൊണ്ട് എന്തെല്ലാം പ്രസ്താവനകളുമായിട്ട് മന്ത്രിമാർ വന്നു. പ്രത്യേകിച്ച് എം മണി. പോട്ടെ, സാരമില്ല, അത് നമുക്ക് ഒഴിവാക്കാം. പിന്നെ സുധാകരൻ മന്ത്രി, അദ്ദേഹത്തെ കൊണ്ട് ഒരിക്കലും ദോഷം പറയാൻ എനിക്കിഷ്ടമല്ല. കാരണം ഞങ്ങൾ സന്യാസിമാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മന്ത്രിയാണ് അദ്ദേഹം. കാരണം നമ്മളൊക്കെ കുഞ്ഞുങ്ങളാവുമ്പോൾ LKG UKG അല്ലെങ്കിൽ LP സ്കൂളിലൊക്കെ പോകുമ്പോൾ അമ്മ നമ്മളോട് ചോദിക്കാടാ നീ അണ്ടർവെയർ ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഹൈസ്കൂളിലൊന്നും എത്തിയപ്പോൾ അമ്മ എന്നോട് ചോദിച്ചിട്ടില്ല. കോളേജിൽ പഠിക്കുമ്പോൾ അമ്മ എന്നോട് ചോദിച്ചിട്ടില്ല. അമ്മ പോലും എന്നെ ഒഴിവാക്കി ഹൈസ്കൂളും കോളേജിലും എത്തിയപ്പോൾ. LP ക്ലാസ് പോകുമ്പോൾ ചോദിക്കാറുണ്ട്, എടാ നീ അണ്ടർവെയർ ഇട്ടില്ലേ എന്ന് ചോദിക്കാറുണ്ട്, ഉണ്ടെന്ന് പറയാറുണ്ട്. പക്ഷെ സന്യാസിമാരൊക്കെ അടിവസ്ത്രം ഇടുന്നുണ്ടോ നോക്കാൻ വേണ്ടി ഒരു ക്യാബിനറ്റ് മന്ത്രി കേരളത്തിൽ ഉണ്ടാവുമ്പോൾ ഞങ്ങൾക്ക് അദ്ദേഹത്തോട് അങ്ങേയറ്റം സ്നേഹമാണ്, ആദരവാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ കുറ്റം പറയാൻ നമുക്ക് സാധ്യമല്ല. പിന്നെ വേറൊരു സമാധാനം, അദ്ദേഹം ഇപ്പോൾ സന്യാസിമാരെ വിട്ട് തന്ത്രിമാരുടെ പിന്നാലെ പോയിട്ടുണ്ട്. എന്തൊക്കെയാ അവരൊക്കെ പറഞ്ഞേ? ഇതൊക്കെ ശരിക്ക് പറഞ്ഞാൽ IPC 295 വകുപ്പ് അനുസരിച്ച് മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതിന് കേസ് കൊടുക്കേണ്ടുന്ന വിഷയങ്ങളാണ്. ഈ മതവും വികാരമൊക്കെ ഒരു കൂട്ടർക്ക് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ 2 കൂട്ടർക്ക് മാത്രമേ ഉള്ളൂ? നമുക്കില്ലേ? നമ്മുടെ ആചാര്യന്മാരെ ഒന്നിന് പിറകെ ഒന്നായി നിന്ദിക്കുമ്പോൾ, നമ്മുടെ ക്ഷേത്ര സങ്കേതങ്ങളെ അപമാനിക്കുമ്പോൾ നമുക്കൊരു വികാരവും ഇല്ലേ? ഉണ്ട്. അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് കേരളത്തിലുടനീളം കണ്ടത്. അതാണ് ലോകത്തിലുടനീളം കണ്ടത്. കാണേണ്ടവർ കണ്ടാൽ തരക്കേടില്ല. അത് കഴിഞ്ഞ് സമയം പിന്നെ മുന്നോട്ട് പോയി. ഇവിടെ വളരെ ശ്രദ്ധേയമായൊരു സംഭവമുണ്ടായി. ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ പോരാ, ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായൊരു സംഭവം ഉണ്ടായി. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൻ്റെ വിധി ഒരു ഓപ്പൺ കോർട്ടിൽ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നൊരു തീരുമാനം സുപ്രീം കോടതി എടുത്തു നവംബർ 13 ഇത് അത്യപൂർവമായൊരു ഉത്തരവാണ്. കാരണം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ്, വിധി, അത് ഓപ്പൺ കോടതിയിൽ വിചാരണ ചെയ്യുക പതിവില്ല. അത് ക്ലോസ്ഡ് ചേംബറിലേ എടുക്കാറുള്ളൂ, ഡിസ്മിസ് ചെയ്യാറാ പതിവ്. എന്നാൽ അതിൽ നിന്ന് ഭിന്നമായിട്ട് ഓപ്പൺ കോർട്ടിൽ ചെയ്യാം എന്ന് ബഹുമാനപ്പെട്ട കോടതി സമ്മതിച്ചാൽ അതിൻ്റെ അർത്ഥം സെപ്റ്റംബർ 28 വിധിയിൽ കാര്യമായ കുഴപ്പമുണ്ടെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യമായി. എന്നാലെങ്കിലും അത് ഒരു ഇംഗ്ലീഷ് പദം പ്രയോഗിച്ചാൽ കെപ്റ്റ് ഇൻ അബയൻസ് എന്ന് പറയില്ലേ, ആ ഒരവസ്ഥയിലാണ് ആ കേസെന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഭരിക്കുന്നവർക്കൊരു വിവരം വേണ്ടേ? ഉണ്ടായില്ല. പിന്നെ നമ്മൾ കണ്ടത് നമ്മുടെ ഹൈന്ദവ ചേതനയെ അപമാനിക്കാനുള്ള നടപടികളാണ്. എന്തുകൊണ്ടെന്നാൽ ഗുലാം അബ്ബാസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP ആൻഡ് അതേഴ്സ് എന്നുള്ള പ്രസിദ്ധമായ കേസിൽ ദേവാലയങ്ങളിലും പരിസരത്തിലും 144 പ്രഖ്യാപിക്കരുതെന്നും
പ്രഖ്യാപിക്കേണ്ടി വന്നാൽ ഇന്നിന്ന പ്രയോഗങ്ങൾ ചെയ്ത ശേഷം ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ പരിപാലിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ 144 പ്രഖ്യാപിക്കാൻ പാടുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി നിലവിലുണ്ട്. ഗുലാം അബ്ബാസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യു പി ആൻഡ് അതേഴ്സ് 1981. അതിനെ കൂടി കാറ്റിൽ പറത്തിക്കൊണ്ട് കള്ളത്തരം പറഞ്ഞുകൊണ്ട് 144 പ്രഖ്യാപിച്ചു. പിന്നെ 7000 പോലീസ് ഉദ്യോഗസ്ഥന്മാർ ശബരിമലയിൽ യൂണിഫോമിൽ മഫ്റ്റിയിൽ എത്രയെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു ജനത്തിരക്കിനൊരു കുറവുമില്ല ശബരിമലയിൽ. വളരെ ശരിയാണ്. മൊത്തം 15000-ഓളം. അങ്ങനെയുള്ളൊരവസ്ഥയിൽ കാര്യങ്ങൾ നീങ്ങിയപ്പോൾ ഭക്തജനങ്ങളുടെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രതിഷേധം അലയടിച്ചപ്പോൾ അജണ്ട നടപ്പിലാക്കാൻ കഴിയാതെ വന്നപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആംബുലൻസിൽ വേഷപ്രച്ഛന്നരാക്കി 2 യുവതികളെ കൊണ്ടുപോയി. അവർ ദർശനം ചെയ്യാനല്ല പോയത്. ഇതൊന്നും ചെയ്യാൻ സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതിയുടെ വിധി ശ്രദ്ധയോടുകൂടി പഠിച്ചിട്ട് തന്നെയാണ് ഇത് പ്രസംഗിക്കുന്നത്. അതിൽ ഓരോ വാക്കും അരിച്ചു പെറുക്കിയിട്ട് പഠിച്ചിട്ട് തന്നെയാണ് ഇത് പ്രസംഗിക്കുന്നത്. സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതിയെ പോലും അപമാനിക്കുന്ന രീതിയിലാണ് ഈ നടപടി ഉണ്ടായത്. തന്ത്രിക്ക് ശുദ്ധികലശം ചെയ്യേണ്ടി വന്നു. അത് വലിയൊരു വിഷയമാക്കി. പക്ഷേ അത് വില പോയില്ല, വില പോവുകയുമില്ല. ഉടനെ തന്നെ കേസെടുക്കണം, തന്ത്രിക്ക് യാതൊരു അധികാരവും ഇല്ല എന്നൊക്കെ പറഞ്ഞു വന്നു. കോടതി പറഞ്ഞു അവിടെ നിൽക്കട്ടെ, സമയം വരുന്നുണ്ടല്ലോ, ഇതിപ്പോൾ എന്തായാലും ഇതിനെ സംബന്ധിച്ച കേസ് വരുന്നുണ്ടല്ലോ, അപ്പോൾ ഒന്നിച്ചെടുക്കാം. ഇങ്ങനെ ഒന്നിനെ പിറകെ ഒന്നായി നമ്മളെ അപമാനിക്കുന്ന നടപടികൾ ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അതിവിടെ കൂടിയ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. സാധാരണ വളരെയധികം പ്രാവശ്യം അന്വേഷണങ്ങൾ നടത്തിയിട്ടും പിടിക്കപ്പെടാത്ത പുള്ളികളെ, പിടികിട്ടാ അങ്ങനെ ചില പുള്ളിയുണ്ടല്ലോ, അല്ലെങ്കിൽ ഉഗ്ര ആയുധങ്ങളോടുകൂടിയൊക്കെ സന്നാഹം ചെയ്തിരിക്കുന്ന പുള്ളികളെ ഒക്കെ കീഴടക്കിയാൽ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ചില പാരിതോഷികങ്ങളൊക്കെ കൊടുക്കാറ് പതിവുണ്ട്. തീർച്ചയായിട്ടും അത് അവരുടെ മുറയിൽ വർദ്ധിപ്പിക്കാൻ ഉപകരിക്കുകയും ചെയ്യും. എന്നാൽ ആ മരക്കൂട്ടത്ത് വഴിയിൽ കിടന്നുറങ്ങുകയായിരുന്ന KP ശശികല ടീച്ചർ അവിടെ തന്നെ സ്റ്റേജിൻ്റെ മുകളിലുണ്ട്. അവരെ അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പ്രത്യേക പാരിതോഷികം, ക്യാഷ് അവാർഡ്. ഗുഡ് സർവീസ് എൻട്രി ഉണ്ടോയെന്ന് അറിയില്ല, ഉണ്ടെങ്കിൽ കൊള്ളാം. അവരെടുത്ത് എന്ത് തോക്കായിരുന്നു, എന്ത് ബോംബാന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ എങ്ങനെയാണ് അങ്ങനെയുള്ള ഒരാളെ ബലപൂർവ്വം പിടിച്ചു കൊണ്ടുപോയി അറസ്റ്റ് ചെയ്താൽ അതിന് ഗുഡ് സർവീസ് എൻട്രിയുടെ ആവശ്യം എന്താ? പിടികിട്ടാ പുള്ളിയാ, നിത്യവും സമൂഹത്തിൻ്റെ ഇടയ്ക്ക് പ്രസംഗിച്ച് നടക്കുന്നൊരമ്മയാ. അവരെ എവിടുന്ന് വെച്ചാൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കൂടി. അങ്ങനെ ചെയ്താൾക്ക് എന്ത് ഗുഡ് സർവീസ് എൻട്രിയും ക്യാഷ് അവാർഡുവാ? ഒരു സമൂഹത്തെ അപമാനിക്കാൻ വേണ്ടി മാത്രം കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു. അവിടെ പറയുന്നത് ഞങ്ങൾ കോടതി വിധി നടപ്പിലാക്കുകയാണെന്നാണ്. പച്ചക്കള്ളമാണ്. ഓർത്തഡോക്സ് സഭയുടെ വിഷയത്തിൽ പിറവം പള്ളി യാക്കോബായ സഭയുടെ അധികാരം സ്ഥാപിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി ഇത്ര കാലമായിട്ട് നടപ്പിലാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം അത് ഭക്തജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നമായതുകൊണ്ട് ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെയും സമയം നീട്ടി ചോദിക്കുക. അവിടെ 144 പ്രഖ്യാപിച്ചിട്ടില്ല, അവിടെ പോലീസ് രാജ് നടപ്പിലാക്കിയിട്ടില്ല. അതിലുപരി കേരളത്തിൽ ഹൈവേ സൈഡിലുള്ള മദ്യശാലകൾ എടുത്തു മാറ്റാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞപ്പോൾ മദ്യശാല എടുത്തു മാറ്റുന്നതിന് പകരം റോഡിൻ്റെ പേര് മാറ്റി, ഹൈവേയുടെ പേര് ഹൈവേ അല്ലാണ്ടാക്കി. അങ്ങനത്തെ ഗവൺമെൻറ്റാണ് നമ്മളെ ഭരിക്കണത്. ഇവരാണോ കോടതി അനുസരിക്കാൻ വേണ്ടി ചെയ്യണത്? എന്നിട്ട് അനുസരിക്കാൻ വേണ്ടിയിട്ട് എന്താ ഇപ്പം നാണം കെട്ടില്ലേ? കഴിഞ്ഞ ദിവസം ഒരു ഡിക്ലറേറ്ററി ജഡ്ജ്മെൻറ്റിൻ്റെ മുകളിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത റിപ്പോർട്ട് കോടതിയുടെ മുമ്പ് കൊണ്ടുപോയാൽ കോടതി സ്വീകരിക്കാൻ പോകണോ? അവിടെ 51 പേരെ ഞങ്ങൾ കയറ്റിയെന്നും പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു. കോടതി പറഞ്ഞു റിപ്പോർട്ടും കൊണ്ട് നിങ്ങളാണ്ട് പോയിക്കോളൂ, പോണ വഴിക്ക് നല്ല കുട്ടികൾ ജേർണലിസ്റ്റുകളുണ്ട്, അവരത് ചോർത്തി. ലിസ്റ്റ് നമുക്ക് കിട്ടി നോക്കുമ്പോൾ പെണ്ണെന്നും പറഞ്ഞിട്ട് കുറേ ആണുങ്ങൾ. ഇത് വലിയ ശസ്ത്രക്രിയയൊക്കെ ചെയ്താൽ അങ്ങനെ നടക്കുന്നു കേട്ടിട്ടുണ്ട്. ശസ്ത്രക്രിയ ഒന്നും ചെയ്യാണ്ട് എങ്ങനെയാണ് നടക്കുക? അങ്ങനെ അറിയില്ല എങ്ങനെയാന്ന്. പിന്നെ വയസ്സായിട്ടുള്ള അമ്മമാർ ഞങ്ങൾക്ക് 53 ഞങ്ങൾക്ക് 54 പക്ഷെ അവരൊക്കെ ഇപ്പോൾ 36. എന്തൊരു സുഖ ഇല്ലേ? പൊതുവെ അങ്ങനെ ഇവിടെ ഉള്ളവരെ കൊണ്ടല്ല പറയണ്ടോ, ചില ആൾക്കാരൊക്കെ അങ്ങനെ പറയാണ്ടിട്ടുണ്ട്. അത്ര ഈ പ്രായം കുറച്ച് പറയുക. എന്തൊരു സുഖ. അത് 54 ആൾക്കൊക്കെ 36 അങ്ങോട്ട് ചാർത്തി കൊടുക്കുക ഗവൺമെൻറ് പറഞ്ഞാൽ എന്തൊരു സുഖ.
എവിടെ എത്തി നമ്മൾ? നാണുണ്ടോ ഈ ഗവൺമെൻറ്റിന്? ഒന്ന് ചിന്തിക്കുക. ഒരു സമൂഹത്തിനെ ഇങ്ങനെ ചവിട്ടി മതിച്ചാൽ എങ്ങോട്ടാണ് ഈ പോക്ക്? രാവണൻ്റെ കഥ കേട്ടിട്ടില്ലേ? ഹിരണ്യകശിപുവിൻ്റെ കഥ കേട്ടിട്ടില്ലേ? കംസൻ്റെ കഥ കേട്ടിട്ടില്ലേ? അവരൊക്കെ ഒന്നിന് പിറകെ ഒന്നായി അധർമ്മത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്തവരാണ്, ഉപദേശങ്ങളെ തൃണവൽഗണിച്ചവരാണ്. എന്നിട്ട് എന്തുണ്ടായി അവർക്ക്? ഇത് കേവലം ഒരു 5 കൊല്ലത്തേക്ക് കയറിയിരിക്കുമ്പോൾ ഒരു സമൂഹത്തെ ചവിട്ടി മതിക്കാമെന്ന് വിചാരിച്ച് പ്രവർത്തിച്ചാൽ ഒരു സംശയമില്ല, കാലം അതിന് മാപ്പ് തരില്ല. നമ്മളേറെ ദീർഘിപ്പിക്കുന്നില്ല, ഉപസംഹരിക്കുകയാണ്. ഒന്ന് മാത്രം പറയട്ടെ, ഇത് കേവലം ഒരു സമ്മേളനമല്ല. ഇത് കേവലം ശബരിമലയിൽ മാത്രം ഒതുങ്ങുന്ന വിഷയവുമല്ല. മറ്റൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, അസത്യ പ്രസ്താവനകളുമായി നടക്കുകയാണ്. 1991 ഹൈക്കോടതി വിധി വന്നതിന് ശേഷമാണ് യുവതികൾക്ക് വിലക്ക് വന്നത്. അതിനു മുമ്പ് അവിടേക്ക് സ്ത്രീകൾ പോയിക്കൊണ്ടിരുന്നു എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. കള്ളത്തരമാണ്. അതെന്താ സ്വാമി, അവിടുത്തെ സ്ത്രീകൾ കയറിയിട്ടില്ലേ? കയറിയിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് കള്ളത്തരാണെന്ന് പറയുന്നത്? 1955 ഒക്ടോബർ 21 ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവുണ്ട്. 10 വയസ്സിനും 55 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾ കയറരുതെന്ന്. ആ ഉത്തരവ് നിലനിൽക്കെ യുവതികൾ കയറിയിട്ടുണ്ടെങ്കിൽ 55 50 10 മുതൽ 55 വരെ വയസ്സ്. അത് ദേവസ്വം ബോർഡ് പുതുതായി കൊണ്ടുവന്ന ഉത്തരവല്ല. ആ ഉത്തരവിൻ്റെ 1-ാമത്തെ വാചകം തന്നെ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ആചാരം പരിരക്ഷിക്കാനെന്ന് പറഞ്ഞുകൊണ്ടാണ്. ശ്രദ്ധിക്കുക. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ കൈക്കൂലി കൊടുത്തിട്ടോ ശുപാർശ കൊണ്ടോ യുവതികൾ കയറിയിരുന്നെങ്കിൽ അത് ഇല്ലീഗലായിട്ടുള്ള കയറ്റമാണ്, അല്ലാതെ ലീഗലല്ല. ഹൈവേയിൽ പലരും ഹെൽമെറ്റ് ഇടാതെ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നുണ്ടാവും, സീറ്റ് ബെൽറ്റ് ഇടാതെ കാർ ഓടിക്കുന്നുണ്ടാവും. അത് ലീഗലല്ല, അത് ഇല്ലീഗലാണ്. അതുപോലെ ഈ കാലഘട്ടത്തിലുള്ള എൻട്രി ഇല്ലീഗൽ എൻട്രി ആയിരുന്നു, അതിനെ ലീഗലൈസ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഇങ്ങനെ പല അസത്യങ്ങളും പറഞ്ഞുകൊണ്ട് ഒരു സമൂഹത്തിന് മുകളിലേക്ക് മാത്രം കടന്നു കയറ്റം കയറുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഇത് സവർണതയുടെ വാക്കല്ല പറയുന്നത്. വനവാസികൾക്ക് ഏറ്റവും അധികം വേദനയുണ്ടാക്കുന്ന വിഷയമാണ് ശബരിമലയിൽ ഉണ്ടായത്. അവിടുത്തെ വനവാസി ഉള്ളാടൻ സമൂഹം വലിയ വിഭാഗം ക്രിസ്ത്യാനിയായി മതം മാറി പോയെങ്കിലും ശേഷിക്കുന്ന മലയരയൻ വിഭാഗം, ഇവരുടെയൊക്കെ ഹൃദയമാണ് ശബരിമല. അവരുടെയൊക്കെ ആചാരങ്ങൾ ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ട്. അവിടെ പാണ സമുദായത്തിൻ്റെ ആചാരമുണ്ട്, അവിടെ പൊള്ളുവരുടെ ആചാരമുണ്ട്, അവിടെ നായർ സമൂഹത്തിൻ്റെ ആചാരമുണ്ട്, ഉള്ളാടരുടെ ആചാരമുണ്ട്. അതൊക്കെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. മലയരന്മാർക്കുണ്ടായിരുന്ന ആചാരം ദേവസ്വം ബോർഡ് തട്ടിയെടുത്തിട്ടുണ്ട്, അത് തിരിച്ചു നൽകണം. ഈഴവന്മാർക്കുണ്ടായിരുന്ന അധികാരം ദേവസ്വം ബോർഡ് തട്ടിയെടുത്തിട്ടുണ്ട്, അത് തിരിച്ചു നൽകണം. എല്ലാ സമുദായങ്ങളും ഒത്തൊരുമിച്ച് ആരാധിച്ചു വരുന്നൊരു സമ്പ്രദായമാണ് ശബരിമലയിൽ ഉണ്ടായിരുന്നത്. അത് പുനഃസ്ഥാപിക്കപ്പെടണം. അങ്ങനെ ഹൈന്ദവ ചേതനയുടെ, ഹൈന്ദവ ചോദനയുടെ ഒരു ശക്തി കേന്ദ്രമായി ശബരിമലയെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കണം. ശ്രദ്ധിക്കുക. അതുകൊണ്ട് അസത്യ പ്രസ്താവനകളൊന്നും ഏറെ വില പോവില്ല. അവിടെ വ്യത്യസ്ത ഭാവങ്ങളിലുള്ള ആരാധന ഇപ്പോഴും നടക്കുന്നുണ്ട്. പലരും വിചാരിച്ച് ശ്രീകോവിലിൻ്റെ ഉള്ളിലുള്ള സാത്വിക പൂജ മാത്രമേ ഉള്ളൂ എന്നാ. അല്ല, അവിടെ രാജസിക പൂജയുണ്ട്, താമസിക ഉപാസനാക്രമങ്ങളുണ്ട്, എല്ലാം ഇന്നും നടക്കുന്നുണ്ട്. അതൊക്കെ ഭംഗിയായി നടക്കണം. അതുകൊണ്ട് ഹൈന്ദവ ആരാധനാ സ്ഥാനങ്ങളോട് കളിക്കരുത്. ഒരു പടി കൂടി കടന്ന് ഇതിനെ വലിയ എന്താ പറയേണ്ടത്, ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ജീവികളൊക്കെ ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കളിയാക്കിയത്. എങ്കിൽ അഗസ്ത്യാർകൂടത്തിൽ വനവാസികൾ തുടർന്നു പോകുന്ന ആചാരം അവിടെ നിർത്തപ്പെട്ടു. അഗസ്ത്യ മഹർഷിയുടെ തിരുസന്നിധി അത് കളങ്കപ്പെടുത്തപ്പെട്ടു. ഇപ്രാവശ്യം അവിടുത്തെ പൂജ മുടങ്ങി. 95 വയസ്സുള്ള ഭഗവാൻ കാണി പൊട്ടിക്കരയുന്ന ആ രംഗം നമ്മുടെ ഹൃദയത്തിൽ അങ്ങേയറ്റം വേദനയുണ്ടാക്കുന്നതാണ്. അതുമാത്രമല്ല, ഇതാ ഈ പത്മനാഭസ്വാമി ക്ഷേത്രം, ഇതിലാണ് ഇനി മുഴുവൻ നോട്ടമുള്ളത്. ഇതെങ്ങനെയെങ്കിലും ഗവൺമെൻറ്റിൻ്റെതാക്കണം, നാഷണലൈസ് ചെയ്യണം. ഓരോ ക്ഷേത്രത്തെ ഓരോ ആചാര കേന്ദ്രത്തെ ആയിട്ട് നശിപ്പിക്കണം. ഈ ഒരു വലിയൊരു അജണ്ട നടപ്പിലാക്കാൻ ഇവിടെ അനുവദിക്കാൻ പാടുള്ളതല്ല. അതിനായിക്കൊണ്ടുള്ള ഹൈന്ദവ ചേതനയുടെ ശാക്തീകരണത്തിൻ്റെ സമ്മേളനമാണിത്. ഒരു സംശയവും. ഇത് ഇവിടം കൊണ്ട് തീരുന്നതല്ല. ഇത് കൂടുതൽ ശക്തി പ്രാപിച്ച് നമ്മുടെ ആചാരങ്ങൾക്കും വിശ്വാസത്തിനും മുകളിലുള്ള കടന്നുകയറ്റം അവസാനിപ്പിക്കണം എന്ന് ശക്തമായ ശബ്ദമായി ഇത് ഉയരുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇനിയും സമയം വൈകിയിട്ടില്ല. ഇനിയും വിവേകത്തിന് സാധ്യതയുണ്ട്. ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി,
ഞങ്ങൾ ഈ ക്ഷേത്രാചാരങ്ങൾക്ക് മുകളിലേക്ക് കടന്നു കയറില്ല എന്ന് പറയാൻ ഇനിയും സമയമുണ്ട്. ഇല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട എല്ലാ മനുഷ്യരൊന്നും ഈ ചിന്താഗതിയുള്ളവരൊന്നും അല്ല. വേദനിക്കുന്ന ഒരുപാട് ഹൃദയങ്ങൾ, അവരുടെ നൊമ്പരങ്ങൾ നമ്മളോട് വ്യക്തിപരമായി പങ്കുവച്ചിട്ടുണ്ട് ഒരുപാട് പേര്. ശ്രദ്ധിക്കുക. അതുകൊണ്ട് ക്ഷേത്രാചാരങ്ങളിലേക്ക്, ആരാധനാക്രമങ്ങളിലേക്ക്, വിശ്വാസങ്ങളിലേക്ക് കൈകടത്തുന്ന ധാർഷ്ട്യം അവസാനിപ്പിച്ച് തുടർന്നു പോരുന്ന ആചാര വ്യവസ്ഥയെ ശാന്തിയോടെ സമാധാനത്തോടെ നമ്മുടെ സമൂഹം പുലരണം എന്നുള്ള സങ്കല്പത്തോടു കൂടിയുള്ളൊരു ഭരണക്രമത്തെ നടപ്പിലാക്കാൻ വിവേകം അല്പമെങ്കിലും ശേഷിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും മുഖ്യമന്ത്രിക്ക് തീരുമാനമെടുക്കാൻ സമയമുണ്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വേദിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സങ്കല്പങ്ങൾ ഉയർത്തുന്നതിനായിക്കൊണ്ട് മാത്രമല്ല, നേരത്തെ ഇവിടെ സ്വാഗതം ചെയ്തപ്പോൾ ഈ ശബരിമല കർമ്മസമിതിയുടെ ഈ ഒരു പരിശ്രമത്തിൽ ശരീരം ഉപേക്ഷിക്കേണ്ടി വന്ന പലരെക്കുറിച്ചും ശ്രീ മുൻ DGP സെൻകുമാർ ഓർമ്മിക്കേണ്ടായി. അതിൽ പ്രത്യേകിച്ചും ഒന്ന് കേവലം ജീവൻ വെടിയൽ മാത്രമല്ല, അപമാനപൂരിതമായ ജീവൻ വെടിയലായിരുന്നു അത്. കാരണം തലയ്ക്ക് പാർട്ടി ആഫീസിൽ നിന്നുള്ള കല്ലേറേറ്റ് ഒരു മനുഷ്യൻ പടഞ്ഞ് രക്തം വാർന്ന് ഹോസ്പിറ്റലിൽ മരിക്കുകയുണ്ടായി. സാധാരണ അപ്രകാരം ഒരു മരണം നടന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടാണ് സ്ഥിരീകരിക്കുക എങ്ങനെയാണെന്ന്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞു ഹൃദയാഘാതം കൊണ്ടാണ് മരിച്ചത്. എന്നാ മുഖ്യമന്ത്രി ഡോക്ടറായതെന്നോ അദ്ദേഹം എന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്തതെന്നോ നമുക്ക് ആർക്കും അറിയില്ല. ആണെങ്കിൽ ഇനിയിപ്പോൾ അദ്ദേഹം പോസ്റ്റ്മോർട്ടം ചെയ്താൽ മതിയല്ലോ എല്ലാവരെയും. അതിനിപ്പോൾ എന്താ ആയുധം ഉപയോഗിക്കാമെന്ന് അറിയില്ല. പോസ്റ്റ്മോർട്ടം ചെയ്താൽ മതിയല്ലോ. കാരണം ഡോക്ടർമാരുടെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി പ്രസ്താവിക്കുക, ഇതിനു മുമ്പ് ഇവിടെ EK നായനാർ ഭരിച്ചിട്ടില്ലേ, ഇതിനു മുമ്പ് ഇവിടെ അച്യുതാനന്ദൻ ഭരിച്ചിട്ടില്ലേ, അവരൊക്കെ പഠിച്ചിട്ട് പറയാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇയാൾക്കും അങ്ങനെ പറഞ്ഞൂടെ പഠിച്ചിട്ട് പറയാമെന്ന്? അതിനു മുമ്പ് റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ഹൃദയാഘാതം കൊണ്ടാൽ അതിലും അദ്ദേഹം കള്ളം പറഞ്ഞിട്ടില്ല. കാരണം ഏത് കാരണം കൊണ്ട് മരിക്കുകയാണെന്ന് വെച്ചാലും ഹൃദയം നിൽക്കും. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ശരിയാ. എങ്ങനെ മരിക്കുകയാണെന്ന് വെച്ചാലും ഹൃദയം നിൽക്കും. വെടികൊണ്ട് മരിക്കുകയാണെന്ന് വെച്ചാലും ഹൃദയം നിൽക്കും. ഹൃദയം നിന്നിട്ടേ നമ്മൾ മരിക്കുള്ളൂ. അപ്പോൾ അത് ശരി അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇതൊക്കെ ഒരു സമൂഹത്തെ മുഴുവൻ അപമാനിക്കുന്ന നടപടിയാണ്. ഇതുമായി തുടരരുത് എന്നുള്ളൊരു താക്കീതായിട്ട് ഈ സമ്മേളനം തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കട്ടെ. വളരെ വളരെ സന്തോഷം. നമസ്കാരം.